ആക്ച്വലി എന്താണ് ഈ ഗ്ലൂട്ടാത്തയോൺ? ഓക്കെ, ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രൈപെപ്റ്റൈഡാണ്. അതൊരു 3 അമീനോ ആസിഡ്സ്, ഗ്ലൂട്ടമിക് ആസിഡ്, ഗ്ലൈസിൻ, സിസ്റ്റീൻ എന്ന് പറഞ്ഞ 3 അമീനോ ആസിഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അമീനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാം, അതൊരു പ്രോട്ടീൻ്റെ ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂളാണ്. പക്ഷേ അത് ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ അതൊരു ആൻറ്റി ഓക്സിഡൻറ്റ്, ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണത്. അത് യൂഷ്വലി നമ്മുടെ ലിവറിലുള്ള ഒരു മോളിക്യൂളാണത്. സോ ഇതിൻ്റെ ലെവൽസ് ഓരോരുത്തരിലും വേരി ചെയ്യും ഈ ഗ്ലൂട്ടതയോണിൻ്റെ. അപ്പോൾ ഈ ഗ്ലൂട്ടതയോൺ നമ്മൾ എന്തുകൊണ്ടാണ് സപ്ലിമെൻറ്റ്, ബേസിക്കലി അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് പണ്ട് കൊടുത്തിരുന്നതും ഇപ്പോൾ പല ഡോക്ടേഴ്സ് അത് കൊടുക്കുന്നതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇഫക്റ്റാണ് ഒരു സ്കിൻ ബ്രൈറ്റനിങ്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ വരുന്ന പേഷ്യൻസിലായാലും ചിലർക്ക് ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മോളിക്യൂൾ കുറച്ച് നാൾ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ ഉണ്ട്, മെലാനിൻ എന്ന് പറഞ്ഞ മെലാനിൻ, അതൊരു ബ്രൗൺ ബ്ലാക്ക് മെലാനിനാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൻ്റെ കളർ. ആ മെലാനിനെ അത് പതുക്കെ മെലാനിൻ എന്ന് പറഞ്ഞ മെലാനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഈ ഗ്ലൂട്ടതയോൺ എടുക്കുന്ന എല്ലാ പേഷ്യൻസിനോടും നമ്മൾ പറയും, ഗ്ലൂട്ടതയോൺ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഗ്ലൂട്ടതയോൺ കൊണ്ട് മാറുന്ന കളറ് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് റിവേഴ്സ്ഡ് ആവാം. ഓക്കെ. നമുക്ക് ഒരിക്കലും ഒരു പെർമനൻറ്റ് നമ്മുടെ ഒരു നാച്ചുറൽ കളറുണ്ട്, അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും.